അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരം വെളുത്താൽ റമദാൻ 1 നോമ്പ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് നാളെ. അപ്പോൾ ഇന്ന് അത്താഴത്തിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ മാസം കണ്ട് മക്കൾ തറാവീഹ്ക്ക് പള്ളിക്കൊക്കെ പോയ പാടന്നെ ഞാൻ അത്താഴത്തിനുള്ള എല്ലാ ഫുഡുകളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്താഴത്തിനുള്ള ചോറായി, പിന്നെ കറിക്ക് കിട്ടിയത് അയിലായിരുന്നു. അയില കറി വെച്ച് വറുത്ത് കുറച്ച് വറുക്കും ചെയ്തു. പിന്നെ ഒരു മോൻക്ക് 2 മക്കളാണ്. ഒരു മോൻക്ക് രാത്രി ചോറ് കഴിക്കില്ല അത്താഴത്തിന്. അപ്പോൾ അവന് ഞാൻ ലേശം ദോശ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവനക്ക് ലേശം ദോശയും പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ആ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾക്ക് നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മക്കൾ പള്ളിക്കൽ നിന്നൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് ഖുർആനോത്തൊക്കെ കഴിഞ്ഞ് കിടന്ന് പിന്നെ 4 മണിയുടെ മുന്നായിട്ട് പുലർച്ചെ അത്താഴത്തിന് നീക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വിളിച്ചുണർത്തി ഫുഡൊക്കെ കൊടുത്ത് അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് നോമ്പിൻ്റെ തുടക്കം നമ്മൾക്ക് പുലർന്ന് രാവിലെ ഓരോ വ്യക്തിയുടെയും മനസ്സിലേക്ക് കയറി. എല്ലാവർക്കും ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. 30 നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗ് പോലെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ രാത്രി അത്താഴത്തിനാകുമ്പോൾ എന്തൊക്കെയാണ്? പിന്നെ ചോറും കറിയൊക്കെ തന്നെയല്ലേ രാത്രിയിൽ? ഇവിടെ ഞങ്ങൾക്കൊക്കെ പ്രധാനം രാത്രി ചോറും കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം വലിച്ച് നീട്ടി പറയണില്ല. എൻ്റെ ഒരുപാട് ഞാൻ വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിരുന്നു. അതിപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ചാനലിനൊരു സ്ട്രൈക്കും ഒക്കെ കിട്ടിയ കാരണം വീഡിയോ ഒന്നും ശരിക്കും അപ്ലോഡ് ചെയ്യാനൊരു മൂഡില്ല. ഇതെന്താ വേണ്ടത്, നിർത്തണ്ടേ എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇടാനൊന്നൊരു മൂഡില്ല. പിന്നെ ഇപ്പോൾ ഇത് റമദാനല്ല, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എവിടെ വരെ എത്തുന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇത് യൂട്യൂബിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം ഇതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ. കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. കാരണം നമ്മൾ അതിലൊരുപാട് നിബന്ധനകളുണ്ട്. അതൊന്നും പാലിക്കാതെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരിക്കലും മുന്നോട്ട് പോവില്ല. സ്ട്രൈക്കും കോപ്പിറൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പൊട്ടിപ്പോവും. ആ ഒരു വക്കത്തെത്തിക്കാണ് ഞാൻ. അങ്ങനെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരുപാട്
ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരു ലേശം ചിക്കൻ ഉണ്ടായിരുന്നു. അത് വെച്ച് മക്കൾക്ക് കറി ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ചോറിനവർക്ക് ചോറും തിന്നാ കടി തിന്നവർക്ക് കടിയും കഴിക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ വലിച്ച് നീട്ടി പറയാൻ തന്നെ കാരണം എന്തോ വീഡിയോ ഇടാനൊന്നൊരു മൂടില്ല. അപ്പോൾ ഇത് നോമ്പിൻ്റെ തലേ ദിവസമല്ല. അപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആ വലിയ വീഡിയോ ഒന്നും അങ്ങനെ ഇടാറില്ല. ഒക്കെ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ വീഡിയോക്ക് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഒരു മൂടില്ലാതായി. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇതാ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി വാടി തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി വാടിയതിൻ്റെ ശേഷം ഇഞ്ചിയുടെ പേസ്റ്റ്, ഇഞ്ചും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടി അരച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇഞ്ചിയുടെ പച്ച സ്മെല്ല് മാറുന്ന വരക്കും ഗ്യാസ് സ്ലോ ആക്കി കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടി കരിയാൻ പാടില്ല. കരിയാതെ ഇളക്കി കൊടുക്കുക. നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി, പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് കുറച്ച് കൊടുക്കണം. അല്ലെച്ചെങ്കിൽ മസാലയൊക്കെ ചട്ടിയുടെ അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ കറി കരിയും. അപ്പോൾ സ്റ്റവ് കുറച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നന്നായി മിക്സാക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി സ്റ്റവ് നല്ലോണം കത്തിച്ചതിന് ശേഷം നല്ല കറി എന്തായാലും ഒരല്ലി വേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗരം മസാല ചേർത്തിട്ടില്ല. ഗരം മസാല ഇഷ്ടമല്ല. അപ്പോൾ ചേർത്തിട്ടില്ല. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.